ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സാലഡാണ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാലഡാണ്. നമ്മളുടെ ക്ലൈമറ്റൊക്കെ അറിയാമല്ലോ, ഭയങ്കര ചൂടാണ്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. സാലഡ് ഉണ്ടാക്കാൻ മെയിനായിട്ട് കുക്കുംബറാണ് വേണ്ടത്. നമുക്ക് ഒരേപോലുള്ള സാലഡ് എന്നും കഴിക്കുമ്പോൾ ബോറടിക്കും. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് സാലഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി കഴിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വെറൈറ്റി സാലഡാണ്. ആദ്യം തന്നെ സവാള ചെറുതായിട്ട് അരിയണം. നീളത്തിലല്ല, ഇതേമാതിരി സ്ക്വയറായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്ക് ആ സവാള കട്ട് ചെയ്തത് വേറൊരു ബൗളിലിട്ട് മാറ്റി വയ്ക്കണം. അതിന് ശേഷം കുക്കുംബറും ടൊമാറ്റോയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. ചിലർ ഈ കുക്കുംബർ കട്ട് ചെയ്യുമ്പോൾ അതിനകത്തുള്ള സീഡ് എടുത്ത് കളയും. പക്ഷേ അതൊക്കെ നമുക്ക് വേണ്ടതാണ്. എന്നുവെച്ചാൽ കുക്കുംബർ ഫുള്ളായിട്ട് വൈറ്റമിൻസാണ്. അതുകൊണ്ട് ഞാനിവിടെ ആ സീഡൊന്നും കളയുന്നില്ല. അത് ഫുള്ളായിട്ട് കുക്കുംബർ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ടൊമാറ്റോ ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇതിൻ്റെയൊക്കെ നമ്പേഴ്സ് കൂട്ടാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ കട്ട് ചെയ്തതിന് ശേഷം ഓരോ ബൗളിലാക്കി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ സവാള കട്ട് ചെയ്ത് വെച്ചതിൽ ഇനി 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ആവശ്യത്തിന് പെപ്പർ പൗഡറും ഉപ്പും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുക്കുംബറും ടൊമാറ്റോയും എല്ലാം കൂടെ സവാള എല്ലാം കൂടെ ഇട്ട് നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പം അതിൽ നിന്ന് വെള്ളം കുറേ വരും. അപ്പോൾ അത് സാലഡ് ഒരുമാതിരി ഇരിക്കും. വെള്ളം വരുമ്പോൾ അതിൻ്റെ ആ ഫ്രഷ്നെസ് എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടെല്ലാം കട്ട് ചെയ്തിട്ട് ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. ഞാനിവിടെ വെള്ളക്കടലയും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. വെള്ളക്കടല വേവിച്ചതിന് ശേഷമാണ് എടുത്തു വെച്ചേക്കുന്നത്. എന്നിട്ട് ഒരു വലിയൊരു ബൗൾ എടുത്തിട്ട് കുക്കുംബറും ക്യാപ്സിക്കവും ടൊമാറ്റോയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം സവാളയിൽ നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കല്ലേ, എന്നിട്ട് വേണം ആ സവാളയും കൂടെ ഇതിനകത്ത് ഈ കുക്കുംബറിനകത്തോട്ടിട്ടിട്ട് മിക്സ് ചെയ്യാൻ. ഒരു അടിപൊളി സാലഡാണ് ഇത്. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ്. ഈ നമ്മൾ ലഞ്ചൊക്കെ കഴിക്കുന്നതിന് മുന്നേ ഈ സാലഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗറൊക്കെ വളരെ കൺട്രോൾ ആകുമെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. ആവശ്യത്തിന് ഞാൻ ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് സവാളയിൽ. നിങ്ങൾക്കും ഉപ്പ് ഇനിയും വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടാവുന്നതേ ഉള്ളൂ. നോക്കിയിട്ടിട്ടാൽ മതി. കൂടുതൽ ഉപ്പ് ഇടാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കഴിക്കാം. ഞാനിവിടെ പംകിൻ സീഡാണ് ഇതിനകത്ത് സാലഡിൽ മിക്സ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ എള്ളില്ലേ, വെള്ള എള്ളും കൂടെ ഇതിനകത്ത് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇതൊരു നമുക്ക് എന്താ പറയുക, ഒരു നേരത്തെ ഫുഡാക്കാം. അത്രയ്ക്ക് നല്ല ഒരു ഹെവി സാലഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.